ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി കേരള വിഷനോട് ചേരുകയാണ്. ശ്രീമതി ഉഷാകുമാരി, ഈ അരിക്കൊമ്പൻ ദൗത്യം അത് ഇന്ന് 4:30 പുലർച്ചെ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു ദൗത്യം പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം ഉണ്ട് ഈ ഒരു ആശങ്ക? ഇന്ന് ഇതിനെ പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു. അതിനുള്ള എല്ലാ മെഷീനറികളും പൂർണ്ണ അർത്ഥത്തിൽ തന്നെ സജ്ജമായിരുന്നതുമാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ആന എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുവാണോ എന്നും അറിയില്ല. എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ ആശങ്ക നിൽക്കുകയാണ്. പക്ഷെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പും അതുപോലെ തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഇതിനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ഉഷാകുമാരി, ഇപ്പോൾ ഈ ആന സിമന്റ് പാലത്തിനോടടുത്തുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സൂചനയല്ല, ആ ഒരു വിഷ്വല് അത് നമുക്ക് കേരള വിഷനിൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആനയോടൊപ്പം മറ്റ് കാട്ടാന കൂട്ടം ഉണ്ട്, കുട്ടിയാനകളടക്കം ഉണ്ട് എന്നുള്ളൊരു അറിവാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ആനകളെ തുരത്തി ഓടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ലഭിക്കുന്നുണ്ട്. ഈ അരിക്കൊമ്പന്റെ ആക്രമണം, എനിക്കറിയാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഇന്ന് ഈ ഒരു ദൗത്യം നീളുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ന് തന്നെ നടക്കുമെന്ന് തന്നെയാണ്. എന്നിരുന്നാലും ഒരു പക്ഷേ അതിനുള്ളൊരു സാധ്യത മങ്ങുകയാണ് എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രതിഷേധത്തിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമല്ല. വനംവകുപ്പ് അതിന് പൂർണ്ണമായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ആനയെ കണ്ടെത്തിയാൽ മാത്രമേ അതിന്റെ തുടർ നടപടികൾ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതില് ജനങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് പറയുന്ന ഒരു കാരണവശാലും ഉണ്ടാകാനിടയില്ല. പിന്നെ ഈ കൂട്ടത്തിനിടയിൽ ആന ഉണ്ട് എന്ന് പറയുന്നതിനെ വ്യക്തമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അരിക്കൊമ്പന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ടീമിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാനും ഉള്ളത്. രാവിലെ മുതൽ ഞാനും ഇവിടെ എത്തിച്ചേർന്നതാണ്. വളരെ കൃത്യമായിട്ടുള്ള അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാലാവസ്ഥ വളരെ അനുകൂലമായി നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നത് ഒരുപക്ഷെ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ വന്നാൽ മാത്രമായിരിക്കും. അല്ലാതെ ഈ ദൗത്യം ഇന്ന് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. തീർച്ചയായും ഉഷ, അതുപോലെ തന്നെ ഈ ദൗത്യ സംഘത്തിന്റെ ഈ ഒരു പോക്ക്, അതായത് മുന്നോട്ട് പോകുന്ന ഈ ഒരു രീതി, അത് ശരിയായ രീതിയിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ആ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ജനങ്ങൾ എന്തായാലും പൂർണ്ണമായി അതിനോട് സഹകരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. അതെ, എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഈ ആന മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് കാത്തു നിൽക്കുന്ന ഈ ജനങ്ങൾക്ക് ഈ ആനയെ പിടിച്ചുകൊണ്ടു പോകാനായിട്ടുള്ള ഒരു ഈ ശ്രമം വിജയിക്കണമെന്ന് അവരും വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യവുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ 144 പ്രഖ്യാപിച്ചിട്ടും ജനങ്ങൾ പൂർണ്ണമായിട്ട് അതിനോട് സഹകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഉഷാകുമാരി, നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു പക്ഷേ അരിക്കൊമ്പനെ പിടികൂടുകയാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും ഈ ആനയെ കൊണ്ടുപോകുക എന്നുള്ളത്. അതിലൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അത് കോടതിയുടെ തന്നെ ഇടപെടലിലൂടെ തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് സീൽ വെച്ച കവറിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ആനയെ വെടിവെച്ച് കഴിഞ്ഞ് വണ്ടിയിൽ കയറ്റുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ലൊക്കേഷൻ അറിയുക. അത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഞങ്ങളും അതറിയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. കോടതി തീരുമാനിച്ച പ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ്. ഞങ്ങളുടെ ആവശ്യം ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ മാറ്റുന്ന ഒരു ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അതിനെ എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി അറിയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അത് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ രീതിയിൽ തന്നെ ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ശ്രീമതി ഉഷാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പ്രതികരിച്ചതിന് ഈ വിഷയത്തിൽ.